ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നടുക്കായലിൽ ഹൗസ് ബോട്ടില് ഇന്നസെന്റ് മൂവിയുടെ ജോമോന്, അന്നപ്രസാദ്, അശ്വിന് ഇതിനെല്ലാം നമുക്ക് അവസരം ഒരുക്കി തന്നത് നമ്മുടെ സ്വന്തം ബെന്നിച്ചായന്റെ ബെൻ സോളിഡേയ്സിലാണ്. ഞാനും എന്റെ ഇന്നസെന്റ് ടീമിന്റെ പിള്ളേരും ഉള്ളത്. നമസ്കാരം. പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അൽത്താഫൊക്കെ. ശുദ്ധന ശുദ്ധനല്ല, ശുദ്ധൻ. നമ്മൾ എപ്പോഴും ഇരുന്നുള്ള ഇന്റർവ്യൂ കണ്ടു മടുത്തില്ലോ മോനെ? പറ, അശ്വിൻ പറ. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. അവരവരുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി ചൊറിയും. എന്തിനാ ഇങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നേ? പഠിച്ചല്ലേ, കിട്ടി പഠിച്ച് എല്ലാം കൊണ്ടുപോടാ, എല്ലാം പങ്കിന് കൊണ്ടുപോകും. 20,000 ബോട്ടിന്റെ വാടക, ഫുഡ് ഏതാ കഴിച്ച? പാലപ്പം 5 പാലപ്പം അന്ന, താറാവ് 2 പീസ് എടുത്തില്ലേ? കുര്യന്റെ പാട്ട് തുടങ്ങുന്നില്ല. ഉറപ്പ്. നല്ല പടവാ കേട്ടോ. വായെടുത്താൽ വായാടി, വാക്കെടുത്താൽ വാക്കെത്തി, പോരെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട് ഇപ്പോൾ റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പുള്ളിയായിട്ട് കോണ്ടാക്ട് എടുത്ത് സംസാരിച്ച് പുള്ളി നാട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ പടത്തിൽ അഭിനയിപ്പിച്ചു. ഒരു ക്യാരക്ടർ വന്നതിലൂടെ പടത്തിനൊരു മാറ്റമുണ്ടോ? സംസാരം പിന്നെ റീച്ച്. ഇപ്പൊ നീ ഇപ്പൊ നമ്മളെ പിടിച്ചിരുത്തണം, നിന്റെ ചാനൽ റീച്ച് വേണം. നിന്നെ എല്ലാരും ചതിച്ചിട്ടല്ലേ ഉള്ളു ജീവിതത്തിൽ. ടെലിവിഷൻ സമയത്തേക്ക് പൈസകളെ കൊണ്ട് ഞാൻ എഴുതാൻ പൈസ വേണ്ടേ, റൂം എടുക്കണ്ടേ, പല സ്ഥലങ്ങൾ അന്വേഷിച്ച് പോണ കാലത്തൊക്കെ ഞാൻ അങ്ങനെ എഴുതിയ ഒരു പടം അനൗൺസ് ചെയ്തു. അതിന്റെ കഥ എൻ്റെ പേരിലല്ല വന്നു. ഇപ്പൊ നമ്മൾ അമ്മ ഷോയിലൊക്കെ ഏകദേശം ഒരു 3 വർഷം ലാലേട്ടന്റെ സ്കിറ്റ് എഴുതിയിട്ടുണ്ട്. ലാലേട്ടന്റെ സ്കിറ്റ് എഴുതുമ്പോൾ മലയാള സിനിമയിലെ 50 പേര് ആ സ്കിറ്റിനകത്തുണ്ട്. അന്നെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു മജയുണ്ടല്ലോ ശരിക്കും. അന്നയുടെ ഒരു ഫ്രെയിം, അന്നയുടെ ആ കണ്ണും ആ തിളങ്ങുന്ന സൗന്ദര്യവും ജനങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു രസം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു സ്റ്റെപ്പ് ഇട്ട് അന്നയ്ക്കുണ്ടാകുന്ന ഓളം ഉണ്ടല്ലോ, ജനങ്ങളുടെ മനസ്സിലും ആ ഓളം ഉണ്ടാവും. ഭയങ്കര ജെന്യുവിൻ ആണ് ആള്. അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കേസ്. അതാ ഭയങ്കര ജെന്യുവിൻ. ഇവന്റെ ഉള്ളിൽ നമ്മളിപ്പോ ഇതിലപ്പുറം ഒരു ജോമോനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് മറുമായം. അവരെ പ്രത്യേകിച്ച് പുറലോകം അറിയാൻ പോകുന്നില്ല. ആ റൈറ്റർ എഴുതിയ കഥയാണ് നമ്മൾ ഈ സിനിമയിലോട്ട് എത്തുന്നത്. വയസ്സിയനടാ, കാസിയനടാ, ഫ്രണ്ട്സിയനടാ, ലൈഫ് എന്നടാ, സുമ്മാ വാ. നമസ്കാരം. ഒരുപാട് ഇന്റർവ്യൂ കണ്ട് നമ്മൾ മടുത്തു. ഒരു ഹോട്ടലിൽ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നു, ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളെ കയറി ചൊറിയുന്നു. ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നടുക്കായലിൽ ഹൗസ് ബോട്ടില് നമ്മുടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇന്നസെന്റ് മൂവിയുടെ ജോമോന്, അന്നപ്രസാദ്, അശ്വിന്. എൻ്റെ മച്ചാനെ കിളിവാറ് ഇന്റർവ്യൂ കണ്ടിട്ട് കമന്റ് ചെയ്യുക. ഇതിനെല്ലാം നമുക്ക് അവസരം ഒരുക്കി തന്നത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വിടില്ല ഞാൻ കടമ്മക്കുടി കാണാതെ, നമ്മുടെ സ്വന്തം ബെന്നിച്ചായന്റെ ബെൻ സോളിഡേയ്സിലാണ് ഞാനും എൻ്റെ ഇന്നസെന്റ് ടീമിന്റെ പിള്ളേരും ഉള്ളത്. ആ പടം കാണാതെ വിടില്ല ഞാൻ കടമ്മക്കുടി കാണാതെ. നമസ്കാരം. ആദ്യം തന്നെ സതീഷ് ചേട്ടാ, ആദ്യം ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ല സതീഷ് കേട്ടില്ല. ഓക്കെ. കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമില് ഒരു കുഞ്ഞ് വന്നു. ആ കുഞ്ഞിനെ സംബന്ധിച്ച് തടഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞാണ്. പല ചാനലിലും, ഇന്ന് ഫേമസ് ആയിട്ടുള്ള പല ചാനലിലും ആ കുഞ്ഞിന് ഒരു കഴിവ് തെളിയിക്കാൻ വിളിച്ചപ്പോഴും അവർ പറഞ്ഞത് പറ്റത്തില്ല, പൈസ ഉണ്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുണ്ടോ, ഞങ്ങൾ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സതീശേട്ടനെ കോൾ ചെയ്തു. പുള്ളി പറഞ്ഞു മോളെ വരാൻ പറഞ്ഞു. ലാലേട്ടൻ പറയുന്ന പോലെ എറി വാടാ, എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാന്ന് പറയുന്ന പോലെ സതീശേട്ടൻ പറഞ്ഞു. ഇപ്പോഴും എൻ്റെ കണ്ണ് നനയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ കുഞ്ഞിന് അവസരം കൊടുത്തു. അന്ന് ആ കുഞ്ഞിന്ന് പാട്ടില് ലോകം പറയുന്നൊരു വ്യക്തിയാണ്. മനസ്സിലായോ? കുറേ പേരുണ്ട് അങ്ങനെ. എന്റെ പൊന്നളവ്, നിന്നെ എല്ലാരും ചതിച്ചിട്ടല്ലേ ഉള്ളു ജീവിതത്തിൽ. എത്ര പേർക്ക് സതീശേട്ടൻ വഴിവെട്ടി കൊടുത്തു? ഒരുപാടുണ്ട്. അതായത് ഫ്ലവേഴ്സിൽ ഇങ്ങനെ അങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങള് ഉത്സവയാത്ര എന്ന പരിപാടി ചെയ്തു. അതായത് സാധാരണ എല്ലാവരും ഓഡീഷൻ എന്ന് പറയുന്നത് ടെലിവിഷനിൽ നമ്മളൊരു കൊച്ചിയിലോട്ട് വരണം ഓഡീഷൻ ചെയ്യാനായിട്ട്. നമ്മൾ ഓഡീഷൻ കൊച്ചിയിൽ വെക്കുമ്പോൾ അവിടെ വന്നാണ്
പെർഫോം ചെയ്യേണ്ടത്. ഇത് ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു, ഓരോ ജില്ലയിലും പോകും. അത് ശ്രീകണ്ഠ സാർ എടുത്തൊരു തീരുമാനമായിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആദ്യം കാസർഗോഡ് പോയി, കണ്ണൂർ പോയി. അങ്ങനെ കാസർഗോഡൊക്കെ ഒരു ദിവസം 5 സ്ഥലങ്ങളിലാണ് ഓഡീഷൻ. അവിടെ ഒരു കാല് വയ്യാത്ത ആളെ ആദ്യമായിട്ട് അയാൾക്ക് വേണ്ടി മാത്രം ഇത്ര ക്യാമറയും വണ്ടിയും യൂണിറ്റും എല്ലാം ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അയാളുടെ വീട്ടിൽ പോയി ഓഡീഷൻ ചെയ്ത് അയാളെ കൊണ്ടുവന്നു. അത് അങ്ങനെ ഒരുപാട് പേര്. ഇപ്പൊ ഉദാഹരണത്തിന് പറയണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പാട്ട് പാടുമ്പം അവൾ ഞെട്ടും. യൂട്യൂബ് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓഡീഷൻ നിൽക്കുമ്പം എനിക്കിത് മനസ്സിലാവുന്നില്ല, ഈ കൊച്ചിന്റെ അസുഖമാണോ അത്, ആ മോളുടെ. നമുക്ക് ഒരുപാട് ഇന്റർവ്യൂ പിന്നെ ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പോവും, അതൊരു അസുഖമാണ്. അവള് വന്ന് പാടി. അങ്ങനെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അട്ടപ്പാടിയിൽ ഓഡീഷൻ നടക്കും. കോമഡി ഉത്സവത്തിന്റെ ഓഡീഷൻ അട്ടപ്പാടി നടക്കുന്ന സമയത്തേക്ക് ഞാൻ ഒരു ആളൊന്ന് പാടി, ഞാൻ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ടെലിവിഷനിൽ വന്ന് നോക്കിയപ്പോൾ നാടൻ പാട്ടാണ്. അപ്പൊ അത് ഈ കോമഡി ഉത്സവമായിട്ട് ബന്ധപ്പെട്ടല്ല, അനുകരണമാണ് അവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ആ നാടൻ പാട്ട് ഇപ്പൊ എടുക്കണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ, കാരണം കുറേ ആയി, കുറച്ചുകൂടെ പിന്നെ എടുക്കാന്ന് പറഞ്ഞു. പിൽക്കാലത്ത് ഒരു സിനിമയിൽ നമ്മുടെ അല്ലല്ല അയ്യപ്പനും കൊച്ചിയിലും പാടിയ ഞാൻ ഓഡീഷൻ ചെയ്ത് വെച്ചിട്ട് കൊണ്ടുവരാൻ നിൽക്കുമ്പോഴാണ് അവർ ആ സിനിമയിൽ പാടുന്നത്. അതുപോലെ തന്നെ ഞാൻ പാലക്കാട് ഓഡീഷന് വെളുപ്പിനെ 4 മണിക്ക് ഞാനന്ന് നോമ്പെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ട് 30 ദിവസം നോമ്പെടുത്തു. ആ നോമ്പെടുക്കുന്ന സമയത്താണ് ഓഡീഷൻ നടക്കണം. വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ ഓഡീഷനായിട്ട് ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുക. എന്ന് ആ സമയത്തേക്ക് ഓഡീഷൻ നിൽക്കുമ്പോൾ ഒരാളൊന്ന് പാടാൻ നിന്നു. മൈക്കെടുത്തു, നാടൻ പാട്ട്. ഞാൻ വെട്ടാൻ നിൽക്കുക, വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ താഴെ എഴുതിയിരിക്കുന്നു, കൈതോലപ്പായ വിരിച്ച് എഴുതിയ ആളാണ് ഞാൻ. ചേട്ടാ പാടാൻ പറഞ്ഞു. പാടി. അയാൾ ഫ്ലോറിൽ വന്നു. അയാൾക്കൊരു ജീവിതമായി. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് ഒറ്റ കാര്യമേ പറയുള്ളൂ, നിന്നെ പടച്ചു വിട്ട കടവുകൾക്ക് 10ൽ 10 അല്ലേ? നമുക്ക് തോന്നുന്നു 7000-ഓളം കലാകാരന്മാരാണ് ആ പരിപാടിയിൽ വന്നത്. അവരിപ്പോ വീട് വെച്ച് സ്വന്തമായിട്ട് ആ പ്രോഗ്രാം കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവരുടെ ടൈറ്റിൽ അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അശ്വിൻ ആദ്യം ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ. അശ്വിൻ തൊട്ടതല്ല പൊന്നല്ലേ അശ്വിനെ? അങ്ങനെയല്ല, ചിലത് റോൾഡ് ഉണ്ട്. എന്നാലും അങ്ങനെയല്ല സത്യം പറഞ്ഞ. ഇപ്പൊ ചിലതൊക്കെ പൊന്നാവുന്നുണ്ട്. അതാണ്. ഇനി ഇപ്പം നമ്മൾ ഇന്നസെന്റ് പടത്തിലോട്ട് വരുക. ഞാൻ ആദ്യമേ പറഞ്ഞു വീടില്ല, ഞാൻ ഇന്നസെന്റ് പടം കാണാതെ. സതീഷേട്ടാ, ഈ പടത്തിലോട്ട് വരുന്ന സമയത്ത് ആദ്യ സംവിധായകൻ അല്ലേ പടത്തില്? ആദ്യ പടം അല്ലേ? ആദ്യ മ്യൂസിക് ഡയറക്ടർ. നീ കുറെ ചെയ്ത് കേട്ടോ, നീ 2 കുറെ ചെയ്ത്, അത് വിട്, അത് പറ്റിയേക്കും. ഇനി ആദ്യ സംവിധാനത്തിലോട്ട് വന്നപ്പം ഈ ഒരു കോമ്പിനേഷൻ വേണമെന്ന് നിർബന്ധമായിരുന്നു അല്ലെ? അതൊന്ന്. 2, ഇന്നസെന്റ് എന്നുള്ള പേര് വന്നെങ്ങനെയായിരുന്നു? ആദ്യത്തെ കോമ്പിനേഷൻ ഞാൻ ഫസ്റ്റ് അൽത്താഫിന്റെ കഥ പറയുന്നു, കേട്ട ഉടനെ പറയുന്നു നമുക്ക് ചെയ്യാം. പ്രസന്റ് അപ്പൊ തന്നെ പറഞ്ഞു ജോമോനെ കാസ്റ്റ് ചെയ്യണം. അൽത്താഫ് പിന്നെ വേറെ 2 കാര്യങ്ങൾ പറഞ്ഞോളൂ പുള്ളി. നമുക്ക് ചെയ്യാം, ജോമോനെ കാസ്റ്റ് ചെയ്യണം. ജോമോനെ കാസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്തായാലും ഈ ആ കോമ്പിനേഷൻ വന്നിട്ടില്ലല്ലോ. അൽത്താഫ് ബ്രോയും ജോമോനായിട്ടുള്ള കോമ്പിനേഷൻ ഇല്ല. പിന്നെ നല്ല ടൈമിംഗ് ആണ് അവര്. ആ ടൈമിംഗ് അവര് പെട്ടെന്ന് കിട്ടും. നല്ല ടൈമിംഗ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അൽത്താഫൊക്കെ. ശുദ്ധന, ഭയങ്കര ഇഷ്ടമല്ലോ. അശുദ്ധനല്ല, ശുദ്ധൻ. നല്ല ടൈമിംഗ് ആണ് അവര്. ഹ്യൂമറിന് സിനിമ എപ്പോഴും നമ്മൾ പറയുന്ന സിനിമ ഇന്നസെന്റ് ഹ്യൂമറാണ്. അപ്പൊ അതിനെപ്പോഴും ഒരു ഹ്യൂമറിന് എപ്പോഴും ടൈമിംഗ് വേണം സിനിമയ്ക്കകത്ത്. ആ ടൈമിങ് ഇവർക്കുണ്ട്, 2 പേർക്കും നന്നായിട്ടുണ്ട്. അത് തന്നെയാണ് അനാർക്കലിക്കും ഉള്ളത്. അൽത്താഫ് അനാർക്കലി ഉള്ളത്. കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റാ. അത് തന്നെ അവർക്കുണ്ട്. അത് ഇവർക്ക് 2 പേർക്കും ഉണ്ട്. പിന്നെ അസീസിക്ക ഉണ്ട് ആ കോമ്പിനേഷനിൽ തന്നെ. അപ്പൊ ഇതെല്ലാം കണക്റ്റാണ് അവര്. പ്രത്യേകിച്ച് ഇത് ഹ്യൂമറിന് വേണ്ടത് കോമ്പിനേഷൻ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇന്റർവ്യൂ കാണുന്ന ജനങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ ഈ പടം കണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ട് എന്തായിരിക്കും? ഒറ്റ ഗുണേ ഉള്ളൂ, 2 മണിക്കൂർ നിങ്ങൾ തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ട് ചിരിക്കാം. ചെറിയ പടം ശരിക്കും ഉറപ്പ്. അത് ഇവര് തെളിയിച്ചിട്ടുണ്ട്. ഇവര് മുമ്പുള്ള പടം തെളിയിച്ചിട്ടില്ലേ? പിന്നെ ധൈര്യമായിട്ട് പോയി കാണാം. അന്ന പറ, ആദ്യ പടത്തിൽ വരുന്നു എന്ന് തോന്നുന്നു.
അല്ലേടാ ആദ്യ പടമൊന്നുമല്ല, എന്നെ ഇതിനു മുമ്പ് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ക്യാരക്ടറായിട്ട് പോകുന്ന ഫസ്റ്റ് പടമല്ലേ? ഡയറക്ടറിനെ പറ്റി പറയാം, ജോമോനെ പറ്റി പറയാം, പറഞ്ഞു ഒന്നുമില്ലെന്ന്. അങ്ങനെയല്ല, സതീശേട്ടൻ ആദ്യമേ തന്നെ അന്ന് കഥ പറഞ്ഞപ്പോഴത്തേക്കാണ് നറേറ്റ് ചെയ്ത രീതി പറഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. നമുക്ക് മനസ്സിലാവും സിറ്റുവേഷൻ കോമഡി കൂടെ പോകുന്ന മൂവിയാണെന്നുള്ളത്. അപ്പൊ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഫസ്റ്റ് മൂവി നല്ലൊരു ക്യാരക്ടർ വേണം എന്നുള്ളത്. അതപ്പോ ഇതിൽ വർക്കായി. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അൽത്താഫിക്ക് അനാർക്കലി ജോമോനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ അൽത്താഫും ജോമോനും അനാർക്കലിയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബലമല്ലേ? ഇപ്പൊ ഇനി അങ്ങനെ കുറച്ച് നാളും അങ്ങനെ പോകും. കുറച്ച് നാളും അല്ലെ ആ കോമ്പിനേഷൻ പോകും, പിന്നെ അത് മാറൂല, വേറെ കോമ്പിനേഷൻ വരും. തീർച്ചയായിട്ടും. ഇതെല്ലാം പോട്ടെ, ഒരു സിനിമ 1-2 പടം ഓക്കെ. എന്റെ പൊന്നളവ് എത്ര പടം പാട്ടാണ് ഇത്? 8 പാട്ടുണ്ട്. ഇവര് 1-2 പാട്ട് ഓക്കെ, 8 പാട്ട്. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ആയിരുന്നു ആക്ച്വലി. ഓക്കെ, ആ കഥ എന്തായിരുന്നു? ഞാൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ നിന്നാണ് സിനിമയിലോട്ട് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് മൊത്തം പാട്ടുകൾ ചെയ്യുന്ന സിനിമയാണ്. ഇതിനുമ്പ് വാഴ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ ഹിറ്റായി വന്നപ്പോഴാണല്ലോ നമ്മൾ ഇവര് തിരിച്ചറിയുന്നത്. അപ്പൊ അതുവരെ നമുക്ക് എല്ലായിടത്തും അറിയാമല്ലോ, നമ്മൾ തടഞ്ഞ് എന്റെ ഇടയ്ക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ, പ്രൊഡ്യൂസർ പോയി മ്യൂസിക് ഡയറക്ടർ നമുക്ക് കിട്ടണം. അപ്പൊ നമ്മള് വലിയ മ്യൂസിക് ഡയറക്ടർ പുറത്ത് പോവാ, കഥ പറഞ്ഞു. ഈ സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. പ്രൊഡ്യൂസർ ശ്രീരാജ് അല്ലേ? അതെ വലിയ മനുഷ്യൻ. വലിയ മനുഷ്യൻ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു വലിയ മ്യൂസിക് ഡയറക്ടർ പോകാൻ പറഞ്ഞു. ഞങ്ങൾ മ്യൂസിക് ഡയറക്ടർ പോയി. നോർമലി ഈ ബഡ്ജറ്റ് താങ്ങുന്നതല്ല വലിയ ആൾക്കാർ. അപ്പൊ നമ്മൾ സൈഡ് വരെ ഒതുക്കി വെച്ച് എന്നാൽ പുതിയ ഒരാളെ നമുക്ക് പിടിക്കാം. ഞങ്ങൾ തപ്പുക, ഒരുപാട് പേര് തപ്പി. അപ്പം നോർമലി ഒരു ഹ്യൂമർ ഒരു പടം ചെയ്തിട്ടുണ്ട് വാഴ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടുണ്ട്. 2 ഇവന്റെ ഒരു പാട്ട് ഹിറ്റാണ്, പച്ചപ്പരിഷ്കാരി എന്ന് പറയുന്ന വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റായ ഒരു ആൽബം. നീ ആയിരുന്നു പൊന്നയിലാണ്? അതെ, ഇന്നലെ കേട്ടോ. അങ്ങനെയാണ് ഇവനിലോട്ട് എത്തി. അപ്പൊ നമുക്ക് ആ പാട്ടിലോട്ടൊന്ന് പോവാം. ആയിക്കോട്ടെ, റെഡി? ആ, വിളിച്ചു. പച്ച പരിഷ്കാരി, പച്ച മലയാളി, ഭൂഷ മോതലാളി, മദ്യം മദിരാസി, വായെടുത്താൽ വായാടി, വാക്കെടുത്താൽ വാക്കെത്തി, പോരെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട്. പൈസ നോക്കി വലിയ ആൾക്കാരിൽ പിടിക്കാറുന്നല്ലേ? അല്ല, അങ്ങനെയല്ലേ. നോർമലി ഇപ്പൊ നമ്മളൊരു ചെറിയ പടമല്ലേ, അപ്പൊ എല്ലാം കറങ്ങി തിരിഞ്ഞ് വരുമെന്ന് പറയാമല്ലോ. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ. ഭയങ്കര വലിയ കോർഡിനേറ്റർ. ഞാൻ ഓപ്പണായിട്ട് പറയാം ജോമോനെ, സതീഷ് എന്ന് പറയുന്ന വ്യക്തിയെ പുറമേ കാണുമ്പോ ഒരു മനുഷ്യൻ നമ്മളെ പോലെ തന്നെ. പക്ഷെ ഇന്ന് പ്രൊഡ്യൂസർ പറഞ്ഞ കേട്ടാണ്, ശ്രീരാജ് പറഞ്ഞ കേട്ടൊരു കാര്യമാണ്, കാലിന്റെ നഖം മുതല് തലമുടി വരെ ഇത്രയും ബുദ്ധിയുള്ളൊരു മനുഷ്യൻ. 2 അതിലുപരി എനിക്ക് പുള്ളി ഇഷ്ടപ്പെടാൻ കാരണം ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. ജോമോൻ പറ, അടുത്ത പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടെന്ന് വെച്ചാൽ കിളിപ്പോൾ റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പുള്ളിയായിട്ട് കോണ്ടാക്ട് എടുത്ത് സംസാരിച്ച് പുള്ളിയെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ പടത്തിൽ അഭിനയിപ്പിച്ചു. ആരും വിശ്വസിച്ചില്ല. ഞാൻ ഈ നോർമലി പറയുന്നത് പിന്നെ ഇപ്പൊ കുറെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ നമ്മള് ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതാണ്. ഒരു എക്സ്ക്ലൂസീവ് സാധനം തരാൻ പോവാ. കിളിപ്പോൾ അങ്ങനെ വന്നു. കിളിപ്പോൾ ഫ്ലൈറ്റിലാണെന്ന് പറയല്ലേ? നോർമലി നമ്മുടെ മിഥുൻ രമേശ്, നമ്മുടെ കോമഡി അങ്ങനെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. പുള്ളിയുടെ ഹിറ്റ് എഫ്എമ്മിൽ ഇവൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മള് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച കാർത്തിക് സൂര്യനാണ് കിളിപ്പോളിന്റെ സ്ഥാനത്ത്. കാർത്തിക് സൂര്യ എന്നാണ് ഇപ്പോഴേക്കും സ്ക്രിപ്റ്റ് കിട്ടും, മാറ്റിയിട്ടൊന്നുമില്ല. ആ സ്ഥലത്ത് ഇവൻ വരണമെന്നുണ്ട് കാർത്തിക് സൂര്യ പറയുന്നത്. അപ്പം ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഇപ്പം ഒന്ന് സംസാരിക്കണ്ടേ? അതെ, സിനിമ എവിടെയെങ്കിലും ആവണം. എന്നാലേ ആരെങ്കിലും കയറി കാണുള്ളൂ. ഇന്നത്തെ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി വിളിച്ചാൽ പോലും വരില്ല. ഇല്ല, അങ്ങനത്തെ ഒരു നമ്മൾ ഇനി എന്ത് ചർച്ച കിടന്ന് ചെയ്തെന്ന് പറഞ്ഞാലും. പക്ഷെ നല്ല പടമാണെങ്കിൽ പോയി കാണാൻ കേട്ടോ, ഇല്ലെന്നല്ല. എന്നാൽ പോലും നമുക്ക് ആദ്യമേ ഒരു ഇത് വേണ്ടേ. നോർമലി നമുക്കൊരു സ്ക്രിപ്റ്റ്, അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരണമെന്നുള്ളത് ഇത് നമ്മൾ ടെലിവിഷനിൽ നിന്ന് പഠിച്ചു. ടെലിവിഷനിൽ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കി റേറ്റിംഗ് വരുള്ളൂ. അത് കാണാൻ അവിടെ ഉണ്ടായിട്ട് ഇരിപ്പിക്കാൻ വേണ്ടി നമ്മൾ സാധനം വേണം. അപ്പം അങ്ങനെ നോക്കിയപ്പം മിഥുൻ്റെ നമ്പർ എടുത്തു, വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ അവന് ഒടുക്കത്തെ റേറ്റു. അങ്ങനെ ഞാൻ കേട്ടത് 20 കോടിയാണോ കൊടുത്തത്? 20 കോടി അവിടത്തെ ഷില്ലിങ്ങാണ് അവിടത്തെ. അത് അവിടത്തെ 20 കോടിയാണ്.
നമ്മൾ കൊടുത്ത പൈസ അവിടെ 20 കോടിയാണ്. ആ 20 കോടിക്ക് അവൻ്റെ ഫോൺ വാങ്ങിക്കാൻ പറ്റും. മൂല്യം കുറവാണ് അവിടെ. അപ്പം അങ്ങനെ നമ്മൾ ഒരു 6 മാസം സംസാരിച്ച് നടക്കൂലെന്നൊക്കെ ആയി. ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്തേക്ക് വിസ കിട്ടില്ല, വിസ ബ്ലോക്ക് ചെയ്തു. അപ്പം എനിക്ക് നല്ല ഓർമ്മ, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ടെൻഷൻ എൻ്റെ മെന്റിലോട്ട് വന്നു. കാരണം ഇത് നമ്മളാണല്ലോ സംസാരിക്കണേ. ഈ ആ സംസാരത്തിൽ ഷൂട്ടിങ്ങിന് ഒന്നും ഷൂട്ടിൽ ശ്രദ്ധിക്കേണ്ടതല്ലേ, അതിൻ്റെ കൂടെ ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണാണ്. എന്നിട്ട് എംബസിയിലെ ഒരാളെ വിളിച്ച് കണക്ട് ചെയ്തു, വിസ അടുപ്പിച്ച്. എന്നിട്ട് അവിടുത്തെ അംബാസഡർ ഉണ്ടായിരുന്നു, പുള്ളി ഇന്ദ്രഭുവൻ എന്ന് പറയും. അത് ഇന്ത്യയുടെ അംബാസഡർ ടാൻസാനിയയിലുണ്ട്. അപ്പോൾ അയാൾ വളരെ ഹെൽപ്പ് ചെയ്തു ഇവനെ കൊണ്ടുവരാൻ വേണ്ടി. അയാളും അവിടെ സ്പീഡിൽ അത് വർക്ക് ചെയ്ത് തന്ന് അവനെ ഇവിടെ എത്തിച്ചു. ഒരു കൂട്ടായ്മയായിരുന്നു. പിന്നെ അവര് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അവിടുത്തെ ഗവൺമെന്റിലുള്ള ആൾക്കാരും ഹെൽപ്പ് ചെയ്ത്, നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യൻ അംബാസഡർ ആയിട്ട് അവിടെ ഇരിക്കുന്ന ആളും ഹെൽപ്പ് ചെയ്തു. ഇല്ലെങ്കിൽ ഒരിക്കലും വരില്ല ഇവൻ. കാരണം വേറൊരു രാജ്യത്തെ ഒരു പൗരന് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ആ സമയത്തേക്ക് എയർപോർട്ടിൽ ഇറങ്ങാനേ പറ്റില്ല, പ്രത്യേകിച്ച് മുംബൈയിലാണോ ഇറങ്ങണം. ആ കിളിപ്പോളിന്റെ ഒരു അഭിനയത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വന്നതിലൂടെ പടത്തിനൊരു മാറ്റമുണ്ടോ? സംസാരം പിന്നെ റീച്ച്, അതായത് ഇന്നത്തെ കാലത്ത് റീച്ച് തന്നെയാണ്. ഇപ്പൊ നീ നമ്മളെ പിടിച്ചിരുത്തണം, നിന്റെ ചാനൽ റീച്ച് വേണം. അപ്പൊ അത് പ്രത്യേകിച്ച് ജോമോനെ പോലെ അന്നാപ്രസാദനെ കണ്ട അപ്പൊ റീച്ച് വരും. അന്യപ്രസാദ്, ജോമോൻ, അശ്വിനൊക്കെ ഇരുന്നാൽ തന്നെ റീച്ച് കേട്ടോ. നിങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ട് അത്രമേല്. അതുണ്ട് ജെന്യൂനിറ്റി. ഇപ്പൊ അശ്വിനായിരുന്നാലും അവൻ മറ്റേ നമ്മുടെ ഈ പരിപാടിയിൽ വരുന്ന സമയത്ത് അവനും അവന്റെ അമ്മയായിട്ട് വരുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് അറിയാം. എനിക്കറിയാം പേഴ്സണലി. അല്ല, അശ്വിന് പറയാമോ? കുറെ പേര് ചതിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഞാനും അശ്വിനുള്ള ബന്ധം, ഞാനും അശ്വിന്റെ അമ്മ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞ ചാനലിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അത് 30 വയസ്സിന് മേളിലുള്ള റിയാലിറ്റി ഷോ. അപ്പൊ ഞാൻ അതിനകത്ത് ഗ്രൂമർ, രോഹിണി ചേച്ചിയൊക്കെയാണ് ജഡ്ജി, രാജസേന സാറൊക്കെ. അപ്പം അവന്റെ അമ്മ ഇത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ആണ് കണ്ടത്. അപ്പൊ നമ്മളാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് നല്ല റേഞ്ചിൽ അന്നേ ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഇവൻ ചെറുത്. അപ്പൊ ഒരു ദിവസം എന്നെ ശ്രീജൻ ചേച്ചി വിളിച്ചു, സതീഷ് ഒന്ന് വീട് വരെ പറഞ്ഞു, എന്ത് ഇവനെ ഒരു മോണാക്ട് പഠിപ്പിക്കണം. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് പെട്ടെന്ന് ബസ് കയറി ഇവിടെ പോയി ഒരു ചെറുക്കൻ മോണാക്ട് പഠിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് തൊട്ടുള്ള ബന്ധമാണ്. സിനിമയിലും എടുത്തില്ലേ, വലിയൊരു സന്തോഷം. അല്ല, ഞാൻ ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അന്നെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു മജയുണ്ടല്ലോ, ശരിക്കും. അന്നയുടെ ഒരു ഫ്രെയിമും അന്നയുടെ ആ കണ്ണും ആ തിളങ്ങുന്ന സൗന്ദര്യവും ജനങ്ങൾ കാണുമ്പം കിട്ടുന്ന ഒരു രസം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ബീഫോർ ഡാൻസ് മുതൽ എടുത്തു നോക്കുമ്പം ഒരു സ്റ്റെപ്പ് ഇട്ട് അന്നയ്ക്കുണ്ടാകുന്ന ഓളം ഉണ്ടല്ലോ, ജനങ്ങളുടെ മനസ്സിലും ആ ഓളം ഉണ്ടാവും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു നിലയിൽ എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഡാൻസ് കളിച്ചു, ആളുകളുടെ മനസ്സ് സ്നേഹം കൊണ്ട് പിടിച്ചെടുത്തു, പക്ഷെ ഞാൻ ചിന്തിച്ച ലെവലിലോട്ട് എത്താൻ പറ്റില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മള് കിട്ടുന്നതില് താങ്ക്ഫുൾ ആവുക, ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ള സാധനമാണ്. നമുക്കിപ്പോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം കാണും. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് അത്ര പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അത്രയും. ജോമോൻ അന്നയെ കണ്ടൊരു മാജിക് എന്തുമായിരിക്കും? ഞാൻ അന്നെ കാണുന്ന ബസ്സൂക്കിൽ വെച്ചാ, നമ്മളൊരു ബസ്സിനകത്ത് ഒരു 10-24 പേരുണ്ട്. അതായത് എന്റെ തൊട്ട് ബാക്കിൽ ഇരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്. അന്ന് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു, സംസാരിക്കും, ചിരിക്കും. പിന്നെ ഇതിൽ വെച്ചിട്ടാണ് സംസാരിച്ച് കുറച്ച്. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അന്ന പറയാത്തതാണ്. അന്ന വലിയ 2 പടങ്ങളിൽ കാസ്റ്റ് ചെയ്തതാണ്. ഏതൊക്കെ പടം? അതന്നെ പറയണം. നീ അല്ലേ പറഞ്ഞത്? എടുത്തു പറയേണ്ട കാര്യം അന്നയ്ക്ക് നമ്മളൊക്കെ ധൈര്യം ഒന്ന് ക്യൂന്. പിന്നെ ഏതാ പടം? അങ്ങനെ ഈ ലൈഫിൽ ചിലതൊക്കെ നഷ്ടപ്പെടുന്ന നല്ലതിനാണോ സുധീഷേട്ടാ? പോയിട്ടുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടു പടലുണ്ടായിട്ടുണ്ട്? എനിക്ക് ഒരു സിനിമകൾ നഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം ഒരുപാട് പുറകെ നടന്ന സിനിമകൾ. ആരവോ എന്ന് പറഞ്ഞൊരു പടം, ജയ് ജയഹോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന് പകരം എനിക്ക് കിട്ടിയത് വലുതായിരുന്നു. വാഴയില്
നഷ്ടപ്പെട്ടതെല്ലാം കുറച്ചുകൂടെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലതിനായിരുന്നല്ല. എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് എന്റെ ലൈഫിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അശ്വിന് ജോമോൻ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയുണ്ട്? ജോമോൻ എന്താ ഭയങ്കര മനോഹരമാണ്. ഇവനൊരു ഭയങ്കര പാവാണ്. അവന്റെ നാട് അതില് ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളേക്കാണ്. ചെണ്ടയടിക്കും, സ്റ്റേജ് പ്രോഗ്രാമിന് പോകും. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് പരിപാടി ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഇവന്റെ നാട്. ഭയങ്കര പാവാ, ഭയങ്കര ഒരു ശുദ്ധൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പറയുമ്പോ ഉള്ള പോലെ പറയണല്ലോ, ശുദ്ധനല്ല, ഭയങ്കര ജെന്യുവിനാണ് ആള്. അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കേസ്. അതാ ഭയങ്കര ജെന്യുവൻ. ഇവന്റെ ഉള്ളില് നമ്മളിപ്പോ ഇതിലപ്പുറം ഒരു ജോമോൻ ഉണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ കാണാത്ത വേറൊരു ഫേസ് ഉണ്ടെന്ന് ജോമോന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ഫേസ് വേറെ ആർക്കുണ്ട് ഇവിടെ തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനെ, ഞാൻ ബ്രോനെ ആക്ച്വലി ഇന്നാണ് പരിചയപ്പെട്ടത്. പക്ഷെ മുമ്പേ പരിചയപ്പെടേണ്ട ആളായിരുന്നു. കാരണം ഞാൻ ഇന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് പച്ചപ്പരിഷ്കാരി ഞെട്ടിപ്പോയി. ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയി. അറിയത്തില്ല. ആ വീഡിയോയിൽ ഞാൻ തന്നെയാണ് ഗൗണ്ടറായിട്ട് ഇരിക്കുന്നത്. അത് കണ്ടില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വൈബ് ഇഷ്ടപ്പെട്ടോ? പൊളി വൈബ്. നമ്മളെപ്പോഴും ഇരുന്നുള്ള ഇന്റർവ്യൂ കണ്ടു മടുത്തില്ല മോനെ? പറ അശ്വിൻ, പറ. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. കിടന്നോണ്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ഒരു വൈബ് സെറ്റ് അല്ലേ? അന്ന പറ, ഇത് എക്സ്പീരിയൻസ് ഫസ്റ്റ് ആണോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ബോട്ടയില്? അതിനൊറ്റ പേരേ ഉള്ളൂ, ബെൻസ് ഹോളിഡേയ്സ്. ഓക്കെ, അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് ഇന്നസെന്റ് സിനിമയിലെ പാട്ടിന്റെ വിശേഷമായിട്ട് പോവാം അല്ലേ? നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പാടും, അന്ന ഡാൻസർ ആണെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. ഞങ്ങൾ ഇരുന്നോണ്ട് ഞങ്ങൾക്ക് സ്റ്റെപ്പ് ഇടണം. അന്ന സ്റ്റെപ്പ് ആക്ച്വലി പാടാൻ പോവാണ്. അടിക്കൊണ്ട് സ്റ്റെപ്പ് ഇട്ടോട്ടെ, അന്നയ്ക്ക് അത്രയും കഴിവുണ്ട്. ഞാൻ പാട്ടിനെ പറ്റി പറയാം. ഈ പടത്തില് 8 പാട്ടുകളുണ്ട് മൊത്തത്തില്. ഇത് ചെറിയ പടമാണെങ്കിലും മ്യൂസിക്കലി ഇതൊരു മ്യൂസിക്കൽ സംഭവമാണ്. ഇതിനകത്ത് 8 പാട്ടുകളും അതല്ലാതെ ഒരു 4ഓളം ചെറിയ പാട്ടുകളും ഉണ്ട്. സതീഷ് ഏട്ടൻ ആ ഒരു പേസിങ്ങിലാണ് പടം മൊത്തം പിടിച്ചേക്കുന്നത്. മ്യൂസിക് ചെയ്യാനായിട്ട് സ്പേസ് ഇട്ട് അപ്പൊ 8 പാട്ടും 8 തരത്തിലുള്ള പാട്ടുകളാണ്. എന്റെ ഡയലോഗ് കട്ടായിട്ടുണ്ടോ? അപ്പൊ എനിക്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു നമ്മള് സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് പാട്ടുകൾ കേട്ട സ്ഥലമാണ് മലയാള സിനിമ. ഏറ്റവും വലിയ ഭാഗ്യമല്ലേ നമുക്ക് 8 പാട്ടൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ. ഒരു സിനിമ 8 പാട്ടെന്നൊക്കെ പറയുമ്പോൾ അതിനെന്തൊരു ഐഡിയ ഉണ്ടോ? അല്ല, അതിൽ ഈ സിനിമയ്ക്ക് നമ്മൾ ഒരിക്കലും സിറ്റുവേഷൻ അനുസരിച്ച് പോകുന്നതാണ് പാട്ട്. അല്ല, സിനിമയ്ക്ക് വെറുതെ കൊണ്ട് നമ്മൾ പാട്ട് 8 പാട്ട് ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ല, ഞാൻ ഇപ്പൊ നമ്മളെ സിനിമയുടെ നമ്മളെ സിനിമയുടെ കാര്യം പറഞ്ഞു. അതിൽ ഒരെണ്ണം മാറ്റി നമ്മൾ കിളിപ്പോൾ ചെയ്ത സോങ് പ്രൊമോഷൻ സോങ് ആയിട്ട് മാറ്റി നിർത്തിയാൽ 7 പാട്ട് സിനിമയ്ക്കകത്തുണ്ട്. ആരൊക്കെ പാടിയിട്ടുണ്ട് അത് കേൾക്കട്ടെ. അതൊരു ഗംഭീര ലിസ്റ്റാണ്. വൈക്കം വിജയലക്ഷ്മി, പ്രണവം ശശി, സിത്താര ചേച്ചി, ജോബേട്ടൻ, ജോബ് കുര്യൻ, നിത്യമാമൻ, ഹനാൻ ഷാ, ഡബ്സി, തിരുമാലി, ശരത് സാറ്, ഇനി രേഷ്മ, ജാസി ഗിഫ്റ്റ്, അനാർക്കലി, ഞാൻ കിളിപ്പോൾ. ഞാൻ എന്റെ പാടാൻ നിൽക്കാം. അല്ലല്ല, അറിഞ്ഞത് ഞങ്ങളത് പാടിപ്പിച്ച വിട്ടുപോയെന്ന് വെച്ചാൽ അറിഞ്ഞത് ഇപ്പാണ്. അൽത്താഫ്രോ അടുത്തൊരു പടത്തിൽ പാടാൻ പോണം. അയ്യോ, പാടിപ്പിച്ചേ മിസ്സായല്ലോ. പ്രൊഡ്യൂസർ ചോദിച്ചിട്ട് ഒന്നും കൂടെ എടുക്കാൻ പറ്റൂ. ഇനി പാട്ടിലോട്ട് പോവാം. അപ്പം പാട്ട് പാടുമ്പോ ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഇട്ടതാ. സ്റ്റെപ്പ് പാടണം. അന്നെ ഒരു സ്റ്റെപ്പ് ഇട്ട എന്റെ മച്ചാനെ ഇത് മച്ചാനെ. വയസ്സിയനടാ, കാസിയനടാ, ഫ്രണ്ട്സിയനടാ, ലൈഫിയനടാ, സുമ്മാ വാ, പാട്ടിയനടാ, പാട്ടിയനടാ, ആട്ടമടടാ, ലൈഫിയനടാ. ഈ പാട്ട് ലിറിക്സ് എല്ലാം എഴുതിയിരിക്കുന്നത് വിനായകാണ്. പിന്നെ ഡബ്സിയെ കൊണ്ട് നമ്മള് കുറെ നാളിന് ശേഷം എഴുതിച്ച് പാടിച്ചിട്ടുണ്ട്. ഡബ്സിയുടെ സ്വന്തം സാധനങ്ങൾ കിട്ടാനായിട്ട്. അന്ന ഇത്രയും പാടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സതീഷ് ഏട്ടൻ നേരത്തെ പാടി. ശരിക്കും വലിയൊരു പാട്ട്. ഇനിയിപ്പോ ഇത് റീഷൂട്ട് ചെയ്യണം. ചോമൻ പാടാനുണ്ട്, അശ്വിനുണ്ട്. സംസാരിക്കാൻ പാടാൻ പോണോ?
ആരാ പാടുന്നേ? ജോമോൻ ഞാൻ ഇതിന്റെ ആളാ. എന്റെ ജന്മത്തിൽ ഞാൻ പാടിയിട്ടില്ല. ഇല്ല. Okay, ആ. അല്ല ഇതില്ലേ നമുക്ക് ഇപ്പൊ ഡെപ്സി ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡെപ്സി സാറിനെ എഴുതി പാടില്ല, വേറെ ആരെങ്കിലും എഴുതിയല്ലേ പാടും. ആ. ഇതില് അവന് എഴുത്. ഈ അളിയൻ വന്നിട്ടേ അളിയൻ സ്റ്റുഡിയോയിലോട്ട് വരും, വന്നിരുന്ന് അവനെത്ര ട്രോളുന്നുണ്ട്. ഡെപ്സി ഞാൻ കണ്ടതാണ്. ബ്രോ മലബാർ എന്ന് പറഞ്ഞാ വന്നേ. നമുക്ക് ഷേക്കാൻ്റെ കഥ വന്നിട്ട് ഒരു ചെറിയ ബുക്ക് എടുത്ത് എന്തോ കുരുമുനാന്നല്ലേ, നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല. കുരുമുനാന്ന് അകത്ത് കയറി ഇവനൊരു ബേസ് മ്യൂസിക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മ്യൂസിക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അളിയൻ വന്നത്. അപ്പൊ അളിയൻ വന്ന് അതിനകത്ത് കയറി കൃത്യം 4 വരി പാടി പിന്നെ ഇവിടെ വന്നിരുന്നു. വീണ്ടും എന്തോ കുനുകുനാന്ന് എഴുതി അകത്ത് കയറി 4 വരി പാടി ഒരു പോക്ക്. 10 ദിവസം കഴിഞ്ഞ് പാടാന്നോ ബാക്കി. പിന്നെ എവിടെയാ പോയ? ലക്ഷദ്വീപിലായിരുന്നു. പിന്നെ ലക്ഷദ്വീപ് പോയിട്ട് കിട്ടുന്നില്ല, കണക്ട് ആവുന്നില്ല. റേഞ്ച് ഇല്ല, അങ്ങനത്തെ ആ ഏരിയയിലല്ലേ പോയി കിടക്കണേ. ഞങ്ങൾ ടെൻഷൻ. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ അടുത്ത് ഇത് സെൻസറിന് പോകണം സിനിമ. അവൻ്റെ ലിറിക്സിലൊക്കെ പാട്ട് വേണം. അവൻ പാടി അയച്ച് കൊച്ചിയിലെത്തിയ ഉടനെ പാടി കൃത്യമായിട്ട് അത് അടിപൊളി സാധനം. അവ എഴുതി വന്നപ്പോഴേക്കും ചെയ്ത് അയച്ചു. അപ്പൊ ഡാപ്സിക്ക് ഒരു കൈ അടിപൊളി. ഡാപ്സിക്ക് ഇതിൽ പാടിയ എല്ലാവർക്കും പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രൊമോഷന് വന്നിരിക്കുന്ന ഇവരെക്കാൾ പടത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരുപാട് പിന്നണി ആളുകളുണ്ടല്ലേ? ഇഷ്ടംപോലെ. സതീഷേട്ടൻ പറ, ഒരുപാട് പേര് ഈ പടത്തിന് വിജയിച്ചു. ഫസ്റ്റ് പിന്നെ പടം ഇറങ്ങി വിജയിക്കോ പരാജയപ്പെടുക അതല്ല. ഇതിലൊരു ഫസ്റ്റ് പ്രൊഡ്യൂസർ ശ്രീരാജ്, പിന്നെ അതിൻ്റെ കൂടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് അജയ് വാസുദേവ്, മാർത്താണ്ഡൻ. പക്ഷെ ശ്രീരാജിനെ സംബന്ധിച്ച് ഒരുപാട് പടത്തിന് പൈസ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രൊഡ്യൂസർ ശ്രീരാജ് ഈ പടത്തിൽ ഇത്രയും പൈസ ഇടണമെങ്കില് ഉള്ള മനസ്സ് കേട്ടോ. ഇന്നലെ എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ടോ, ഇതില് നോക്കിയേ കളഞ്ഞിട്ടുള്ളൂ. അല്ല പുള്ളി എന്നോട് ഇന്നലെ പറഞ്ഞു. അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എനിക്ക് ആ പുള്ളിയെ പടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുള്ളി വെടുപ്പായിട്ട് ചെയ്തു. പേഴ്സണലി എനിക്ക്. പക്ഷെ പുള്ളി മനസ്സുകൊണ്ട് കൊടുത്തൊരു പൈസ എന്ന് പറയുന്നത് ഇന്നസെന്റ് പടത്തിന് കേട്ടോ. പ്രേക്ഷകര് കണ്ടില്ലേ വൻ നഷ്ടമായിരിക്കും. ഉറപ്പ് പറയാം, നിങ്ങൾ കാണ്. നമ്മള് ഇതിലൊരു ഉത്സവ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടേ. നമ്മള് അത് പാടാണ്. അതൊരു അവിടെ പോയി ക്യാമറ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോയി നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തായിരുന്നു. കൊറ്റക്കുളങ്ങര ക്ഷേത്രമുണ്ട്. കൊറ്റക്കുളങ്ങര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തില് ഇന്ത്യയില് ചരിത്രമുണ്ട്. അതിന്റെ ആ ചരിത്രം എന്ന് വെച്ചാൽ ആണുങ്ങൾ പെൺവേഷം കെട്ടുന്ന അമ്പലമാണ്. അത് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ആ അമ്പലത്തിലാണ് നമ്മുടെ സിനിമ തുടങ്ങേണ്ടത്. ആ അമ്പലത്തിലെ ഉത്സവത്തിനാണ് തുടങ്ങുന്നത്. നോർമലി നമ്മൾ സെറ്റ് ഇട്ടാൽ വളരെ വലിയ പൈസ പോകും. അത് നമ്മൾ അതിനകത്ത് ഇറങ്ങി ഷൂട്ട് ചെയ്തു. ചിന്തിക്കാൻ പറ്റൂലല്ലോ, അവിടെ ഭയങ്കര അതാണ് ഏറ്റവും വലിയ പൈസ. വിഷ്വൽ മാത്രമാണെങ്കിൽ നമുക്കൊരു ക്യാമറ എടുത്തിട്ട് പോയി എടുക്കാം. ഈ എത്ര ആർട്ടിസ്റ്റ് 7 ആർട്ടിസ്റ്റുകളുണ്ട് പേഴ്സണൽ അവിടെ അഭിനയിക്കാനുണ്ട്. അത്രയും പേര് ഇറക്കി നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർത്തു. അതിന് ഒറ്റ പരിയേ ഉള്ളൂ, പ്രൊഡ്യൂസർ ശ്രീരാജ് അല്ലേ? ശരിക്കും. അപ്പൊ അത് കുറെ കഷ്ടപ്പാടുണ്ട് നോർമലി എല്ലാവരും. ഏതൊരു സിനിമ പ്രൊമോഷൻ എടുത്താലും ഞാൻ കാണുന്ന ഒരു കാഴ്ച കേട്ടോ, അവരവരുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി ചൊറിയും. എന്തിനാ ഇങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നേ? പഠിച്ചല്ലേ, കിട്ടി പഠിച്ച് സിനിമയെപ്പറ്റി സംസാരിക്കൂ. എനിക്ക് തോന്നിയോ? എന്തോ തോന്നിയത് പറ. ഈ സിനിമയ്ക്ക് കുറെ ഒറിജിനൽ പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. സിനിമ കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒന്നുകൂടെ സംസാരിക്കും. അല്ല, നമുക്ക് എപ്പോഴില്ല ഇത് പറയാനില്ല. ആർക്കെങ്കിലും ഇപ്പൊ നിനക്ക് നിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നിനക്ക് പറയാൻ പറ്റും. നമ്മൾ ഒറിജിനൽ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അന്നയ്ക്ക് സതീഷ് എന്ന് പറഞ്ഞ ഡയറക്ടറിനെ കണ്ടൊരു മാജിക് എന്തായിരിക്കും? അല്ല, സതീഷ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷേ ടെൻഷനിരിക്കും, എന്താ പറയാതെ. നമുക്ക് ഒരു ടെൻഷനോ അല്ലെങ്കിൽ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സതീഷേട്ടനോട് പറയാൻ ആ ഒരു വേവ് ലെങ്ത്, ആ ഒരു റാപ്പും ഉണ്ട് സതീഷേട്ടനായിട്ട്. അത് തന്നെ ആണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. സതീഷേട്ടനെ കണ്ടൊരു മാജിക് നിന്നെ ഇത്ര ഉള്ളപ്പോ പഠിപ്പിച്ചതാ, മറക്കല്ലേ? നമ്മള് സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാരെന്തോ ഓരോ ജീത്ത് പറയുന്നത് അതിൽ കാര്യമില്ല. അല്ല, മാജിക് എന്ന് വെച്ചാൽ ഈ സതീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഒരു 10,000 ആള് വരുന്നൊരു പ്രോഗ്രാം ആണെങ്കിൽ പോലും പുള്ളി ഒറ്റയ്ക്ക് ഇന്ന് അത് ലീഡ് ചെയ്യും. അത്രേ ഉള്ളത്. കാരണം ഇവന്റെ പോലെ ഗൂഗിൾ പേ
നോക്കുക. അടുത്ത ജോമൻ പറ. ഇത് തന്നെ നമ്മുടെ ഈ same copy എന്റെ അടിക്കില്ല. same അടിക്കില്ലേ ജോമോനെ? അല്ലെങ്കിൽ ആളുകളെ എന്തെങ്കിലും മാറ്റണം. പടത്തില് ഒബാമയെ കൊണ്ടുവരാൻ പറഞ്ഞാലും പുള്ളി ട്രൈ അത് വേറെ അടിച്ച് പുള്ളി കൊണ്ടുവരും. അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ടെലിവിഷനിൽ വർക്ക് ചെയ്യേണ്ട ഗുണമാണ് അത്. ഈ പ്രത്യേകിച്ച് ഫ്ലവേഴ്സിൽ സാധാരണ ഒരു വ്യക്തി രക്ഷപ്പെട്ട് കഴിയുമ്പോഴേ വന്ന വഴി മറക്കുന്നവരാണ് ഇന്ന് കൂടുതലും. പുള്ളി വന്ന സമയം മുതൽ ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് എടുത്തെടുത്ത് പറയണമെങ്കിൽ അത് അനുഭവം തന്നെയാണോ? അത് ഉറപ്പായിട്ട്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മമ്മൂക്കനെ ലാലേട്ടനെയും പുള്ളി ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് സ്കിറ്റ് നമ്മൾ അമ്മ ഷോയിലൊക്കെ ഏകദേശം ഒരു 3 വർഷം ലാലേട്ടനെ സ്കിറ്റ് എഴുതിയിട്ടുണ്ട് നമ്മൾ. ഇപ്പം നോർമലി അവരൊക്കെ ലാലേട്ടൻ്റെ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എഴുതുന്ന സ്കിറ്റുകൾക്ക് പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഒരു 50 പേര് എന്തായാലും കാണും. അതേന്ന് സിനിമയ്ക്കകത്തുണ്ട്. ഈ ഒരു പ്രതലം വലുതായിരിക്കും കുറച്ച്. അത് അങ്ങനെ ആയിപ്പോണം. അങ്ങനെ ഉണ്ടായാലേ നമ്മൾ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെനിക്ക് തെറ്റാണോ ശരിയാണോ എനിക്ക് അറിയില്ല. ഈ ലാലേട്ടൻ്റെ സ്കിറ്റ് എഴുതുമ്പോൾ മലയാള സിനിമയിലെ 50 പേര് ആ സ്കിറ്റിനകത്തുണ്ട്. അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലുതാണ്. ആ 50 ചാക്കോച്ചയുണ്ട്, ചാക്കോച്ചൻ തുടങ്ങി ജയസൂര്യ, ടൊവീനോ, അങ്ങനെ എല്ലാവരും നിപ്പുണ്ട് ആ സ്കിറ്റിനകത്ത് അഭിനയിക്കാൻ. ഈ ബന്ധങ്ങളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഒരു സെക്കൻഡ് മതി ഇത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അല്ല, ഇത് നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലേ വിളിക്കുള്ളൂ. അത് വേറെ സത്യം. നമ്മൾ എന്തെങ്കിലും നമ്മൾ എഴുതാൻ എന്തെങ്കിലും സാധനം എഴുതിയാലേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പറഞ്ഞാലേ വിളിക്കുള്ളൂ. ഇപ്പൊ നമ്മളെ സ്ക്രിപ്റ്റ് നന്നായതുകൊണ്ടാണ് ശ്രീരാജ് പടം പ്രൊഡ്യൂസ് ചെയ്തത്, അല്ല ഞാൻ നന്നായിട്ടല്ല. സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇത് എഴുതിയത് ഇത് കഥ മറിമായത്തിന്റെ റൈറ്ററാണ്. മറിമായത്തിന്റെ റൈറ്റർ. അപ്പൊ മറിമായം കണ്ട് ആസ്വദിക്കാത്ത മലയാളികൾ ഇന്നില്ല. ഇല്ല, അത് എല്ലാം ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് മറിമായം. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ റൈറ്റർ അവരെ പ്രത്യേകിച്ച് പുറലോകം അറിയാൻ പോകുന്നില്ല. ആ റൈറ്റർ എഴുതിയ കഥയാണ് നമ്മൾ ഈ സിനിമയിലോട്ട് എത്തുന്നത്. കാരണം ആ കഥ ഷിഹാബൊക്കെ എഴുതി കഴിഞ്ഞ് ഷിഹാബൊക്കെ ഫസ്റ്റ് പറയുന്നത് എനിക്ക് ഒന്ന് നാദൃഷിക എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കഥ നാദൃഷിക ഓക്കെയാണ് ചെയ്യാൻ. പിന്നെ 2 ഞാൻ കേട്ടത് ഇത് പ്രിയദർശൻ സാറിനെ പറഞ്ഞിട്ടുണ്ട്. സാറും ഓക്കെയാണ് ചെയ്യാൻ. ഇത് കാരണം അവരെ പ്രോസസ്സിങ് സമയമെടുക്കും. അത് പുള്ളി ഒന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനാണ് വിളിച്ചത്. ഇങ്ങനെ കഥയുണ്ട് എനിക്കൊന്ന് കേട്ടാണ്. ഞാൻ നോർമലി ഞാൻ എഴുതുന്ന കഥക്ക് വലിപ്പം കൂടും. എനിക്ക് ഇത്രയും പരിപാടിയിലോട്ട് കയറാൻ പറ്റില്ല. എപ്പോഴും അങ്ങനെ ഞാൻ എഴുതുമ്പോൾ ഒരു വലിപ്പം ഇട്ടിട്ട് എഴുതിയപ്പോഴുള്ളൂ. ഞാൻ എഴുതി നീ ഫസ്റ്റ് പറഞ്ഞ ഡയലോഗിൽ എനിക്ക് ഭയങ്കര ഇത്, അതായത് നമ്മളെ ചതിച്ചിട്ടേ ഉള്ളൂ പലരും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ഒരു ടെലിവിഷൻ സമയത്തേക്ക് പൈസകളെ കൊണ്ട് ഞാൻ എഴുതാൻ പൈസ വേണ്ടേ, റൂം എടുക്കണ്ടേ, പല സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകണ കാലത്തേക്ക് ഞാൻ അങ്ങനെ എഴുതിയ ഒരു പടം അനൗൺസ് ചെയ്തു. പക്ഷെ മുന്നോട്ട് പറയാൻ പറ്റില്ല, അതിൻ്റെ കഥ എൻ്റെ പേരിലല്ല വന്നിരിക്കുന്നത്. അതൊരാൾ കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും വലിയൊരു പടം ഇൻഡസ്ട്രിയിൽ അനൗൺസ് ചെയ്തതാണ്. നിങ്ങളുടെ ഈ കോമ്പിനേഷന്റെ വിജയം തന്നെ എല്ലാത്തിനെയും എല്ലാരും പറ്റിച്ചിട്ടുണ്ട്. ആണോ ജോമോനെ? ഉണ്ട്. അയ്യോ, ഇതാരാ മണ്ണെണ്ണ വിളിക്കാൻ? സത്യം കേട്ടോ, ഈ ഒരു വിജയം തന്നെ പടത്തിലും കാണണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും സിനിമയിൽ, ഫാമിലി ആയിട്ട് പോയി കാണാം. ഇപ്പൊ കാണുന്ന ഓഡിയൻസ് ചിന്തിക്കുക, ഞങ്ങൾ ഈ പടം കാണാൻ എന്ത് വരണം, സംസാരം എല്ലാം ജെനുവിനാണ്. അന്നയ്ക്ക് എന്താ പറയാനുള്ളേ? നല്ലൊരു എന്റർടൈനിങ് മൂവിയാണ്. സതീശേട്ടൻ പറഞ്ഞത് 2 മണിക്കൂർ മനസ്സ് ഓർമ്മിച്ചിരിക്കാം. ഹാപ്പി, ഒരു ഫീൽ ഗുഡ് മൂവി. നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് സന്തോഷമായിട്ട് മനസ്സിനൊരു സമാധാനമായിട്ട് ഇറങ്ങാം. മ്യൂസിക് ഡയറക്ടർ എന്ന് പറയും മുഴുവൻ നീള ചിരിപ്പടമാണ്. അതായത് ആദ്യം തൊട്ട് അവസാനം വരെ ചിരിയാണ്. അപ്പൊ ബാക്കി എല്ലാ ടെൻഷനും നിങ്ങൾക്ക് മാറ്റി വെച്ച് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് ഇറങ്ങാം. അതാണ് പുള്ളിയുടെ പാട്ട് ആസ്വദിച്ച് ഇറങ്ങാം. ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കഥയാണ്. ഒരുപാട് പേരുകൾ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിലും ഇന്നസെന്റ് എന്നുള്ള പേരിടാൻ കാരണം എന്തുവാ? നോർമലി നമുക്ക് പെട്ടെന്ന് ഇഷ്ടം ഇന്നസെന്റ് ആയിട്ടാണ്. ഇതൊരു നിഷ്കളങ്കന്റെ കഥയാണ്. അപ്പൊ ആ പേരിങ് എടുത്തു. നിഷ്കളങ്കനെ ഇടാൻ പറ്റില്ലല്ലോ. ഇല്ല, നേരെ ആദ്യം നിഷ്കളങ്കന്റെ പര്യാപദം എടുത്തു, ഇംഗ്ലീഷ് ഇന്നസെന്റ്. അത് കാണിച്ചിട്ടുണ്ട് പടത്തിന്റെ അവസാനം. അത് ടൈറ്റിൽ എന്തുകൊണ്ടാണ് നമ്മളാണെങ്കിൽ ചില പടത്തിന്റെ പേര് പറയുമ്പോൾ കടുകെട്ടി പേരാ. ഇതാണ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇന്നസെന്റ്. ഇന്നസെന്റ് എല്ലാവർക്കും അറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയാം. ആർക്കറിയാം? കൊച്ചു പിള്ളേർക്ക്. പലരും കുറെ ആൾക്കാർ ഇന്നസെന്റ് എല്ലാരും വിചാരിച്ചത് ഇന്നസെന്റ് പടത്തിലുണ്ട് എന്നൊരു ഇത് വന്നു കേട്ടോ. അതെ അതെ അതെ. എന്റെ അടുത്ത് ഇന്നസെന്റ് ആയിട്ട് വരൂലടാന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിച്ചാൽ വേറെ പരിപാടിയാണ്. ഇത് നിഷ്കളങ്കൻ.
ആ വാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു പേരിടാൻ കാണിച്ച മനസ്സിന് വലിയൊരു നന്ദി. ഇനി ഈ പടത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഒരുപാട് ട്രൈ ചെയ്ത് ഇവർ ആ പടത്തിലോട്ട് ഒരാളെ കൊണ്ടുവരാൻ, പക്ഷെ അവസാനം ആ വ്യക്തി വന്നു. ആരാ? അതായത് ഈ സിനിമയുടെ അല്ല, എന്ത് മനസ്സിലായില്ലെന്തോ. അല്ല ഇനി അവനെ ഇന്റർവ്യൂ. എന്ത് തോന്നി സിനിമ വന്നപ്പോ? എന്റെ രണ്ടാമത്തെ പടം, ഞാൻ ഫസ്റ്റ് അഭിനയിച്ചത് മരണമാസിലാണ്. രണ്ടാമത്തെ പടമാണ് ഇന്നസെന്റ്. ഇന്നസെന്റിലേക്ക് വന്നപ്പോ എന്താണ് ഇനി ഈ കഥ കേട്ടോണം. എന്റെ കഥ കേൾക്കാൻ ഓക്കെ ആണോ? എന്റെ മച്ചാനെ ഇന്റർവ്യൂവില് 4 ചുവരിനകത്ത് 2 ക്യാമറയും വെച്ച് ഒരുപാട് വായ്ത്താളം വിട്ടിട്ടുണ്ട്. സത്യം. അതായത് ആൾക്കാരെ ആക്രമിക്കുന്നു, ആൾക്കാർക്കെതിരെ പറയുന്നു, സിനിമയ്ക്കെതിരെ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഇന്നസെന്റിന്റെ അഭിനയം കഴിഞ്ഞിട്ട് ഡബിങ്ങിലോട്ട് വരിക. അഭിനയം അത്ര വലിയ പാടായിട്ട് തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി മരണവാസിൽ ഒരുപാട് പുഴുങ്ങി, മരണവാസിൽ ഒരുപാടേക്ക് പോയി. ഇതിന്റെ ഡബിങ്ങിലോട്ട് വരുന്ന സമയത്ത് ആ വ്യക്തി അവിടെ ഇരിപ്പുണ്ട്, നമ്മളെല്ലാം കയറി ചെല്ലുന്നു. എന്റെ പൊന്നു മച്ചാനെ, വേർത്തെന്ന് വെച്ച ഉരുകുമായിരുന്നു. അപ്പൊ അതിന്റെ അകത്തിരിക്കുന്ന ഒരുത്തൻ പറയുക, ഇതൊന്നും അല്ലായിരുന്നല്ലോ ഇന്റർവ്യൂയില്. സത്യം അന്ന് ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാഠമാ. എല്ലാവരും നടന്മാരും നടിമാരെയും ഡയറക്ടർമാരെയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ എന്നാത്തിന് കഷ്ടപ്പാടാണ്. വരുന്നു, ഡയലോഗ് പറയുന്നു, പോകുന്നു, ഫെയിം, പൈസക്ക് പൈസ, കാറിന് കാറ്. പക്ഷെ അവരെടുക്കുന്ന എഫേർട്ട് കേട്ടോ, സത്യം അന്ന് എന്റെ ലൈഫിൽ ഞാൻ പഠിച്ച പാഠമാ. ഓ, ഇനി ജീവിതത്തിൽ അയ്യോ. എന്റെ സീൻ കണ്ടോ? കട്ട് ചെയ്തു എന്നെ കുറെ പ്രൊഡ്യൂസർ എന്തോ കട്ട് ചെയ്തു എല്ലാം കൊണ്ടുപോടാ, എല്ലാം പറഞ്ഞോട്ട് പോകും. ഇതിന്റെ 20,000 ബോട്ടിന്റെ വാടക, ഫുഡ് ഏതാ കഴിച്ച? പാലപ്പം എത്ര എടുത്തു? 5 പാലപ്പം അന്ന. താറാവ് 2 പീസ് എടുത്തില്ലേ? 2 കുര്യന്റെ പാട്ട് തുടങ്ങുന്നതിലാണ്. നല്ല പടമാ കേട്ടോ, നിങ്ങൾ എന്തായാലും കാണണം. സതീഷേട്ടാ, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇന്നിരിക്കുന്നവരല്ല സിനിമയുടെ വിജയവും ഇതിൽ പ്രവർത്തിച്ചവരും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചാരൊക്കെയാ? ഇതില് ഫസ്റ്റ് DOP നിഖില് നാഷണൽ അവാർഡ് വിന്നറാണ്. 2 നാഷണൽ അവാർഡ്, ഷോർട്ട് ഫിലിമിനോട് സിനിമയ്ക്കുണ്ട്. അയാളുടെ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്, ഭയങ്കര സ്പീഡാണ്. നമുക്ക് അപ്പം എനിക്കൊരു പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, പുള്ളി നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്ന് ലൈറ്റ് എടുക്കാതെ നാച്ചുറൽ ലൈറ്റ് വെച്ചിട്ട് ഉള്ള പരിപാടികൾ അത്രയും ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ബാക്കിയൊക്കെ പിടിച്ചു കളയും. ഇത് മതി. അവൻ ഭയങ്കര വിഷനുള്ള DOP ആണ്. അത് നമുക്ക് ഗുണം ചെയ്തു. അയാളെ പോലെ ഒരാൾ വന്നപ്പം ഗംഭീരമായിട്ട് നമുക്കത് പല വിഷയങ്ങളിലും സെറ്റ് ചെയ്യാൻ പറ്റി. അതെ, അവനുള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ കുറ്റങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും പറ്റിയത്. പിന്നെ വേറൊരു ക്യാമറ നമുക്കിത് സെറ്റിട്ടൊക്കെ നമുക്ക് എടുത്താൽ മതി എന്ന് പറയുന്ന ക്യാമറമാരായിരിക്കും ഇവിടെ ഉള്ളത്. എല്ലാവരും ഇല്ലാട്ടെ, ഞാൻ പറഞ്ഞത് ചിലർ പറയും അങ്ങനെ ഉറപ്പായിട്ട് പറയും. ഈ തിരക്കിനിടയിൽ പോയിരുന്നു ഒരു വലിയ ക്യാമറ പോയി ഷൂട്ട് ചെയ്യില്ലെന്ന് തോന്നുന്നു. അതിന് ഇവനെ ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇത് അത് കഴിഞ്ഞിട്ട് എഡിറ്റർ റിയാസൊക്കെ എനിക്ക് തോന്നുന്നു കുറേ പടങ്ങൾ, മമ്മൂക്കയുടെ, അതായത് ഷൈലോക്ക് എന്നിട്ട് കോമഡി പടം ചെയ്യുന്നു. ഷൈലോക്കിൻ്റെ അടുത്ത് കോമഡി പടം നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ടർ മധുചേട്ടൻ കുറേ പണ്ടുള്ള സ്കൂളെന്ന് വെച്ചാൽ പണ്ടത്തെ ഈ കുറേ പടങ്ങൾ അസോസിയേറ്റ് ആയിരുന്നു. മാറി പുള്ളി ഇപ്പം നമ്മളെ ഈ പടത്തിൽ മറ്റേ പുറപ്പാട് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. എന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് പുള്ളിയെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ പുള്ളി നമുക്ക് ഗംഭീരമായിട്ട് ആർട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഡോണ ഇൻഡിപെൻഡന്റ് ആയ പടം, വാഴയുടെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു കോസ്റ്റ്യൂം. അപ്പൊ അവള് ഇൻഡിപെൻഡന്റ് ആയ പടമാണ് ഇന്നസെന്റ്. പിന്നെ സുധി ചേട്ടൻ മേക്കപ്പ്, സുധി സുരേന്ദ്രനിലായിരിക്കും എല്ലാ പടങ്ങളും ഉണ്ട്. എല്ലാ പടങ്ങളും എന്റെ പ്രേംപാറ്റയില് പെണ്ണ് കേസ് ഇപ്പൊ നടന്നോണ്ട് സിനിമ പുള്ളിയുടെ അല്ല, സന്തോഷ് ട്രോഫി പുള്ളി ഒരു 5-6 പടം ചെയ്യും. 4 പടങ്ങളിൽ ഫ്ലെക്സ് അവിടെ വെച്ചിരിക്കും. അന്ന് പുള്ളി വരും. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കൂടെ സർജി ഉണ്ട് എഴുതാൻ. സർജി അപ്പം
അങ്ങനെ ഇനി കുറേ ഉണ്ട്. സ്ക്രീൻ പ്ലേ ഇനി സുരേഷ് ഏട്ടൻ എടുത്തു പറയേണ്ട ആളാണ്. പുള്ളിയുടെ കൺട്രോളിംഗ് എന്നൊക്കെ വെച്ചാ എന്റെ സുരേഷ് ഏട്ടൻ ഒരു കൺട്രോൾ ഇല്ല, പക്ഷെ സിനിമയ്ക്കകത്ത് കൺട്രോൾ ഉണ്ട്. സുരേഷ് ഏട്ടൻ നല്ല, അതായത് നമുക്ക് സിനിമ ഏറ്റവും കൂടുതൽ അവിടെയാണ് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത്. രണ്ട് സൈഡിൽ നിൽക്കണം, പ്രൊഡ്യൂസർ സൈഡിൽ നിൽക്കണം, നമ്മളെ സൈഡിൽ നിൽക്കണം. പക്ഷെ അവിടെ നിന്നിട്ട് നമ്മളെ സ്റ്റെബിലൈസ് ചെയ്ത് പുള്ളിയാണ് കൃത്യമായിട്ട് എല്ലാ സാധനവും തന്നു. അപ്പൊ ഇവർക്കെല്ലാം ഒരു കൈയടി കൊടുത്താലോ? ഇവർക്കെല്ലാം ഒരു കൈയടി കൊടുക്കണം. ഒത്തിരി സന്തോഷം കേട്ടോ നിങ്ങളുമായിട്ട് ഇത്രയും. കാരണം പലരെയും പല ഇന്റർവ്യൂ എടുക്കുമ്പോഴും ആരും ഓപ്പൺ അപ്പ് ആവത്തില്ല. വലിയ ഷോ കളിച്ച് 2 വാക്ക് പറയും നിർത്തും. പക്ഷെ നിങ്ങൾ മനസ്സ് കൊണ്ട് സംസാരിച്ചു കേട്ടോ. അന്ന എഴുതി വെച്ചു, എന്റെ ഒരു ഇന്റർവ്യൂ കഴിയുന്ന എല്ലാവരും രക്ഷപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. ഇനി അന്നയ്ക്ക് അടുത്ത പടം ദുൽഖറുമായിട്ട് വരട്ടെ. ഇതൊന്നും അടിക്കല്ല കേട്ടോ, ഒന്ന് കാര്യം. എലമെന്റ്സ് ഓഫ് സിനിമ ഞാൻ പറയുമ്പം ഇന്ന് കൊച്ചിയിലാട്ടെ, ഇവിടെ ദുബായിലാട്ടെ, അല്ലെങ്കിൽ ബാംഗ്ലൂരാട്ടെ, ഏതൊരു സിനിമ പഠിക്കാനായിട്ട് ആഗ്രഹിക്കാൻ വരുന്ന പിള്ളേര് അവരുടെ പൈസ എടുത്ത് മേടിക്കുമല്ലാതെ സിനിമയെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇന്നസെന്റ് കൊണ്ട് ഒരുപാട് പിള്ളേർക്ക് നമുക്ക് ഒരുപാട് പേര് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് ഈ പടം കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ പടം നല്ലൊരു വിജയമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടിയാലോ? എല്ലാവർക്കും ഒരുമിച്ച് പാടാം. പഠിച്ചേണ്ട പാട്ട് തന്നെ പിടിച്ചോ? ഏത് പിടിക്കും? ഏതാന്ന് പറഞ്ഞു? ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള വീടക്കണം മീനാണേ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. അപ്പൊ എല്ലാവരും ഇന്നസെന്റ് എന്ന് പറയുന്ന സിനിമ പോയി കാണുക, ഇതിനെ വിജയിപ്പിക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.